നമസ്കാരം. ഡാർക്ക് വെബിലെ ലഹരി കിങ്ങായി മാറിയ എഡിസന്റെ പണസമ്പാദന വഴികൾ തേടി നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. 10 വർഷത്തോളമായി എഡിസൺ ലഹരി ഇടപാടുകൾ ഡാർക്ക് നെറ്റ് വഴി നടത്തിയിരുന്നുവെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ. ലഹരി പണം പോയ വഴികളിലൂടെ അന്വേഷണം മുറുകുമ്പോൾ കൂടുതൽ പേരുടെ പങ്കാളിത്തവും പുറത്തുവരുമെന്നാണ് അന്വേഷണ ഏജൻസി നൽകുന്ന സൂചന. എഡിസണിൽ ലോക്കൽ മാർക്കറ്റിൽ ലഹരി വിൽപ്പന നടത്തിയിരുന്നില്ല, പകരം വിവിധ സംസ്ഥാനങ്ങളിലാണ് ഓപ്പറേഷൻ നടത്തിയത്. അതും തന്റെ മാർക്ക് പതിയാതെ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാൽ ചെറിയ പാളിച്ച വന്നതോടെ അവിടേക്ക് NCB എത്തി. എഡിസന്റെ പക്കൽ നിന്നും ലഹരി മരുന്ന് വാങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിലുള്ളവരുടെ സ്ഥലങ്ങളിൽ NCB പരിശോധന നടത്തുന്നുണ്ട്. തിങ്കളാഴ്ച എഡിസനെയും കൂട്ടാളി അരുൺ തോമസിനെയും കസ്റ്റഡിയിൽ ലഭിക്കുമെന്നും ഇവരെ ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് NCB കരുതുന്നത്. ഇപ്പോൾ മൂവാറ്റുപുഴ സബ് ജയിലിലാണ് ഇരുവരും. ഇവർക്ക് പുറമെ കാക്കനാട് ജില്ലാ ജയിലിൽ കഴിയുന്ന പാഞ്ചാലിമേട് റിസോർട്ട് ഉടമകളായ ഡിയോളിനെയും ഭാര്യയെയും കസ്റ്റഡിയിലെടുക്കാനും NCB അപേക്ഷ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തോളമായി എഡിസൺ ഡാർക്ക് നെറ്റിൽ സജീവമാണെന്നാണ് NCB കണ്ടെത്തിയിരിക്കുന്നത്. കോവിഡ് കാലത്തിന് ശേഷമാണ് ഡാർക്ക് നെറ്റിലൂടെ ലഹരി മരുന്ന് വിൽക്കുന്നതിന്റെ സാധ്യതകൾ തിരിച്ചറിയുന്നതും ജോലി ഉപേക്ഷിച്ച് മുഴുവൻ സമയ ലഹരി വിൽപ്പനക്കാരനായി മാറുന്നതും. ബഹുരാഷ്ട്ര വാഹന നിർമ്മാണ കമ്പനിയിലെ മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന നിലയിൽ ബംഗളൂരു, പൂനെ തുടങ്ങിയ സ്ഥലങ്ങളിലും കുറച്ചുനാൾ US-ലും എഡിസൺ ജോലി ചെയ്തിട്ടുണ്ട്. ഈ ജോലിക്കിടയിൽ സ്വന്തമായി ഉപയോഗിച്ചു തുടങ്ങിയ ലഹരി പിന്നീട് വിൽപ്പന വഴിയിലേക്ക് തിരിയുകയായിരുന്നു എന്നാണ് ലഭ്യമാകുന്ന സൂചന. വിദേശത്തു നിന്നും എത്തിയതിനു ശേഷമാണ് ലഹരി വിൽപ്പന സജീവമായത്. ഇന്ത്യയിലെ ഡാർക്ക് വെബിൽ കെറ്റാമെലോൺ എന്ന പേര് അതിവേഗത്തിൽ വിശ്വാസ്യത നേടി. ഡാർക്ക് നെറ്റിലെ ലഹരി വിൽപ്പനക്കാർക്കിടയിൽ ലെവൽ 4-ലെത്തുന്ന അപൂർവതയും എഡിസൺ സ്വന്തമാക്കി. ഇതെല്ലാം വിൽപ്പന മികവിന് തെളിവായി മാറി. 2 വർഷത്തിനിടയിൽ 6000-ഓളം ലഹരി ഇടപാടുകൾ എഡിസൺ നടത്തിയിട്ടുണ്ടെന്നാണ് NCB വെളിപ്പെടുത്തിയത്. തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ മെനോരോ ക്രിപ്റ്റോ കറൻസി വഴിയായിരുന്നു എഡിസന്റെ ഇടപാടുകൾ. UK-യിലെ ലഹരി സിൻഡിക്കേറ്റിൽ നിന്നും എത്തുന്ന LSDയും കെറ്റാമിനും പോസ്റ്റൽ വഴി സ്വീകരിച്ച് ആവശ്യക്കാർക്ക് പോസ്റ്റൽ വഴി തന്നെ വിതരണം ചെയ്യുന്നതായിരുന്നു രീതി. എഡിസന്റെ 10ഓളം അക്കൗണ്ടുകളാണ് NCB പരിശോധിക്കുന്നത്. 10 കോടിയോളം രൂപ ഇക്കാലത്തിനിടയിൽ ലഹരി വിൽപ്പനയിലൂടെ എഡിസൺ സമ്പാദിച്ചിട്ടുണ്ടെന്നാണ് വിവരം. വീട്ടിൽ നടത്തിയ റെയ്ഡിൽ 70 ലക്ഷം രൂപയുടെ ക്രിപ്റ്റോ കറൻസിയും 35 ലക്ഷം രൂപ വില വരുന്ന 847 LSD സ്റ്റാമ്പുകളും 131.66 ഗ്രാം കെറ്റാമിനും NCB പിടിച്ചെടുത്തിരുന്നു. അതിന് തലേന്ന് കൊച്ചി ഫോറിൻ പോസ്റ്റ് ഓഫീസിൽ എഡിസന്റെ പേരിലെത്തിയ പാഴ്സലിൽ നിന്നും 280 LSD സ്റ്റാമ്പുകളും അന്ന് പിടികൂടിയതും. ഇക്കാലത്തിനിടയിൽ സമ്പാദിച്ച പണം എന്തു ചെയ്തു എന്നതും NCB അന്വേഷിക്കുന്നുണ്ട്. മൂവാറ്റുപുഴയിൽ എഡിസന്റെ പേരിലുള്ള സ്ഥലത്ത് വലിയ ബഹുനില ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം നടക്കുന്നുണ്ട്. ലഹരി ഇടപാടുകൾ ലഭിച്ച പണം ഇതിന് മുടക്കിയിട്ടുണ്ടോ, മറ്റെവിടെയൊക്കെ നിക്ഷേപിച്ചു തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷണത്തിലാണ്. അതേസമയം കുടുംബപരമായി സാമ്പത്തികമായി മെച്ചപ്പെട്ടവർ കൂടിയാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ഇടപാടിലെ പണം എഡിസൺ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്. ലഹരി ഇടപാട് വിപുലമാക്കാൻ ലഹരിയിൽ നിന്ന് ലഭിച്ച പണം ഉപയോഗിച്ചിരിക്കാമെന്നാണ് കണക്കുകൂട്ടൽ. ഇതിന്റെ വിവരങ്ങളടക്കം തേടിയാകും NCB കൂടുതൽ ചോദ്യം ചെയ്യലിന് തയ്യാറാവുന്നത്. എഡിസന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ വിശദമായ പരിശോധനയും എന്തായാലും നിർണായകമാകും.